ഗോസ്പൽ നിസിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റാപ്പ് സംഗീതവും റാപ്പേഴ്സുമാണ് ഇന്ന് എല്ലാവരുടെയും ചർച്ചാ വിഷയം. റിതം ആൻഡ് പോയട്രി, അതിൻ്റെ ചുരുക്കെഴുത്താണ് റാപ്പ്, RAP, റാപ്പ് എന്ന് പറയുന്നത്. 1970-കളിൽ അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഇന്നത്തെ ഈ ആധുനിക രീതിയിലുള്ളതായ റാപ്പ് സംഗീതത്തിൻ്റെ ആവിർഭാവം എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, അത് റാപ്പ് സംഗീതം ആലപിക്കുന്നവരെയാണ് റാപ്പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് അത് താളത്തിലും വളരെ വേഗത്തിലും സംസാരിക്കുന്ന രീതിയാണ് റാപ്പ് സംഗീതത്തിൻ്റെ ശൈലി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത അല്ലെങ്കിൽ വംശീയത, പട്ടിണി, ദാരിദ്ര്യം, അടിമത്തം, അതുപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ റാപ്പ് സംഗീതത്തിൻ്റെ അതായത് സബ്ജക്റ്റായിട്ട് അതിൻ്റെ വിഷയങ്ങളാക്കി തിരഞ്ഞെടുക്കാറുണ്ട്. നമുക്കത് കേരളത്തിൽ ഇന്ന് റാപ്പ് സംഗീതം വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റാപ്പ് സംഗീതത്തിന് ലക്ഷക്കണക്കിന് ആരാധകർ ഇന്ന് കേരളത്തിൽ തന്നെയുണ്ട്. നമുക്കറിയാം, വേടൻ എന്ന അപരനാമത്തെ അറിയപ്പെടുന്നതായ ആ വ്യക്തി ഹിരൺദാസ് മുരളി, അതുപോലെ തന്നെ ഫെജോ തുടങ്ങിയ ഡാപ്സി തുടങ്ങിയതായ ഈ റാപ്പ് സംഗീതജ്ഞന്മാർ, അവർക്കെല്ലാം തന്നെ ലക്ഷക്കണക്കിനാണ് ആരാധകരുള്ളത്. എന്ന് പറഞ്ഞാൽ കൗമാരക്കാർക്കും യുവാക്കളും എല്ലാവരും തന്നെ, അതായത് യുവാക്കളെല്ലാം തന്നെ ഈ സംഗീതത്തിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ അതൊരു വളർന്നു വരുന്ന ഒരു നല്ല ഒരു കലാരൂപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ കാര്യം പറയട്ടെ, ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ റാപ്പർ എന്ന നിലയിൽ ബൈബിളിൽ ആരും ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെ 1970-കളിലാണ് ഇന്നത്തെ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ആധുനിക രീതിയിലുള്ളതായ റാപ്പ് സംഗീതം ഉടലെടുക്കാനിടയായിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ റാപ്പ് സംഗീതത്തെക്കുറിച്ചും ഈ റാപ്പർമാരെക്കുറിച്ചൊക്കെ ഉള്ളതായ ഒരു സൂചന വിശുദ്ധ ബൈബിളിലുണ്ട്. അത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പലതും ഇതുപോലെ തന്നെ താളം പിടിച്ച് ഉള്ള കവിതകളാണ്. അഥവാ അവരനുഭവിച്ചതായ കഷ്ടങ്ങളും ദുരിതങ്ങളും ശത്രുവിൻ്റെ ഭീഷണിയും ഹൃദയഭേദകമായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം തന്നെ ദൈവത്തോടും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുൻപാകെയും പകരുന്നതായ കാര്യങ്ങളാണ് മിക്കവാറും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിച്ചേ, അഥവാ ശത്രുക്കളാൽ അപമാനിതനായി ക്രൂര വാക്കുകൾ കൊണ്ട് ഹൃദയം തകർന്നവനായി ശത്രുക്കളുടെ നടുവിൽ കഴിയുമ്പോഴാണ് ദാവീദ് 120-ാം സങ്കീർത്തനം രചിക്കാനിടയായത്. അതായത് അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. അതുപോലെ തന്നെ ആമോസ്, യിരെമ്യാവ്, യെശയ്യാവ് തുടങ്ങിയതായ പ്രവാചകന്മാരും അവരുടെ സന്ദേശങ്ങൾ മുഴുവൻ സമൂഹത്തിലെ അനീതിക്കെതിരായിരുന്നു. ആ അനീതിക്കെതിരെയുള്ള അവർ സംസാരിക്കുന്ന ആ സംസാരത്തെക്കുറിച്ച്, അതായത് വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്പിരിറ്റ് ഫിൽഡ് റാപ്പ് എന്നാണ് ഈ പ്രവചനങ്ങളിലുള്ളതായ അവർ ആ അനീതിയെക്കുറിച്ചുള്ളതായ അവരുടേതായ സംവാദങ്ങളും അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് സാമൂഹിക വിഷയങ്ങൾ ഉയർത്തുന്ന റാപ്പർമാരെ പോലെ ആയിരുന്നു, അതായത് ഹബക്കൂക്ക് പ്രവാചകൻ. അപ്പോൾ ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്നത് ശിഖ്യാനോത്ത് എന്ന് പറയുന്നതായ ഒരു രീതിയിലാണ് അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, അത് ഒരു താളവും ഉണ്ടായിരുന്നു. ഒരു താളത്തിൽ അത് ക്രമീകരിക്കപ്പെടുകയും അതുപോലെ ശിഖ്യാനോത്ത് എന്നുള്ളത് പറഞ്ഞതായ ആ ട്യൂണിലാണ് അത് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഏത് ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇതിനെ വേദപണ്ഡിതന്മാർ റാപ്പ് സ്റ്റൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റാപ്പ് സ്റ്റൈൽ എന്നാണ് ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു കഥ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെടുക. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ജെയ്ക്കിൻ്റെ ജനനം. ഈ ജെയ്ക്കിന് മാതാവുണ്ട്, പിതാവുണ്ട്, മാത്രമല്ല 2 സഹോദരിമാരുമുണ്ട്. ഇങ്ങനെ ഉള്ളതായ 5 പേരടങ്ങുന്നതായ ഒരു കുടുംബമാണ് ജെയ്ക്കിൻ്റെ കുടുംബം. ഇപ്പോൾ ജെയ്ക്കിൻ്റെ മാതാവ് ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു ആത്മീയ അല്ലെങ്കിൽ ഭക്തയായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ജെയ്ക്കിൻ്റെ മാതാവ് ഈ മക്കളെ എല്ലാവരെയും, അതായത് അവരോട് പറയുമായിരുന്നു: മക്കളെ, മനുഷ്യനെ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. മാത്രമല്ല 20-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഈ
ജെയ്ക്കിൻ്റെ മാതാവ് ഈ കുഞ്ഞുങ്ങളെ അഥവാ തൻ്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുമാർ, അവരെ ബൈഹാട്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ അതായത് മനഃപ്പാഠമാക്കുവാനായിട്ട് അവരോട് പറയുകയും അങ്ങനെ അവർ മനഃപ്പാഠമൊക്കെ ചെയ്തു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ഈ വാക്യം അവർക്ക് ഹൃദ്യസ്ഥമായിരുന്നു. ശ്രദ്ധിക്കണേ. അപ്പം ജെയ്ക്കിൻ്റെ പിതാവിന് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതായ കൂലിവേല എടുത്തിട്ടാണ് അതായിരുന്നു അത് അങ്ങനെ കിട്ടുന്നതായ തുച്ഛമായിരുന്ന വരുമാനമായിരുന്നു ആ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്നതായ ആ സമ്പാദ്യം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഉതകുന്നത് ആകെ ഈ പിതാവിന്, ജെയ്ക്കിൻ്റെ പിതാവിന് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതായ കൂലിവേല എടുത്തിട്ട് കിട്ടുന്നതായ തുച്ഛമായിരുന്നതായ ആ തുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത് കളിപ്പാട്ടുകളൊന്നുമില്ലായിരുന്നു. മാത്രമല്ല നല്ല വസ്ത്രമില്ലായിരുന്നു. അതും പറഞ്ഞ് നല്ല വിശപ്പിനുള്ള വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരു ദരിദ്ര കുടുംബമായിരുന്നു ജെയ്ക്കിൻ്റെ കുടുംബം. ഇപ്പോൾ ജെയ്ക്കിനൊരു 12 വയസ്സായപ്പോൾ തന്നെ ജെയ്ക്കിന് ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പാടാനുള്ളൊരു കഴിവുണ്ട്. മാത്രമല്ല അവർ എഴുതാനുള്ളതായ ഒരു കഴിവും ഇവന് അതായത് സ്വയസിദ്ധമായിട്ട് അവനത് ലഭിച്ചായിരുന്നു. അങ്ങനെ അവൻ തൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ കമ്പനികളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നതായ ഈ സൈറൻ്റെ ശബ്ദവും അതുപോലെ തന്നെ തെരുവിൽ കളിക്കുന്ന കുട്ടികളുടെ ചിരിയും അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും അതെല്ലാം താൻ വിഷയമാക്കിക്കൊണ്ട് ചെറിയ ചെറിയ കവിതകൾ താൻ കുറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20ാമത്തെ വയസ്സ് ആകുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഇവൻ എന്നറിയാമോ, ഇവന് ഒരു അതായത് സ്മാർട്ട് ഫോൺ തനിക്ക് കിട്ടി. ഒരു പഴയ സ്മാർട്ട് ഫോൺ കിട്ടി. ഈ സ്മാർട്ട് ഫോണിനകത്ത് താനിങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ റാപ്പ് സംഗീതത്തിൻ്റെ ഒരു മത്സരം നടക്കുന്നത്, ഓൺലൈൻ മത്സരം നടക്കുന്നത് ഇവൻ കണ്ടു. അങ്ങനെ ആ ഓൺലൈൻ ഈ മത്സരം താൻ വീക്ഷിച്ചു. അന്നു മുതലേ താനെന്ന് വെച്ചാൽ തൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്നതായ പ്രയാസങ്ങളും ഈ അടിമത്വവും ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഇവൻ ചെറിയ ചെറിയ കവിതകൾ എഴുതിയിട്ട് അതെല്ലാം ഇവൻ അതായത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവൻ ഈ അപ്ലോഡ് ചെയ്തതായ ഒരൊറ്റ വീഡിയോ പോലും ആരും കണ്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ വേഷവിധാനവും മാത്രമല്ല ഇവൻ്റെ മുടിയും ഇവൻ്റെ നിറവും അതുപോലെ ഇവൻ്റെ സാമ്പത്തികമില്ലായ്മയും ഒക്കെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ കാണാനായിട്ട് തടസ്സമായിരുന്നു. അതുപോലെ അവർ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ഇവൻ്റെയൊക്കെ വീഡിയോ ആര് കാണാനാണ് എന്ന് ചോദിച്ചിട്ട് പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പരിഹാസങ്ങളും ഈ നിന്ദാവാക്കുകളും ഈ തിരസ്കരണവും തൻ്റെ നിറവും ഈ കാര്യങ്ങളെല്ലാം താൻ എന്തറിയാവോ തൻ്റെ കവിതകളിൽ അഥവാ തൻ്റെ പാട്ടിൻ്റെ വരികളാക്കി താൻ ചേർത്തെടുത്തു. അങ്ങനെ താൻ ഒരു കവിത എഴുതി ആ കവിതയ്ക്ക് ടോൺ ചെയ്തു. അദ്ദേഹം ഇതുപോലെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ഈ വീഡിയോ വൈറലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശസ്തനായിരിക്കുന്ന സംഗീത സംവിധായകൻ ഈ വീഡിയോ കാണുവാനിടയായി. അതിലുള്ളതായ വരികളെല്ലാം അദ്ദേഹത്തിന് ഹൃദയസ്പർശിയായി തോന്നി. അദ്ദേഹം വന്ന് ജെയ്ക്കിനെ വന്ന് കണ്ട് ജെയ്ക്കുമായിട്ട് കരാറ് ഒപ്പിട്ടു. പിന്നീട് ജെയ്ക്കിന് ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ട് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം ആകെ മാറിമറിയുവാൻ ഇടയായി തീർന്നു ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ പ്രശസ്തനായ സംവിധായകനെ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതൊക്കെയാണ് അതിനെല്ലാം വഴിത്തിരിവായി മാറിയത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് 1 തിമോത്തിയോസ് എഴുതിയ ലേഖനം അതിൻ്റെ 4-12 വാക്യം, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവ്, പ്രിയ പിതാവ്, പ്രിയ കുഞ്ഞ്, നമ്മുടെ ഏത് വിഷയത്തിലൂടെ പോകുന്നെങ്കിൽ തന്നെയും തികഞ്ഞ പരിശ്രമവും അതുപോലെ ദൈവാശ്രയവും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടേതായ മാർഗം ഒക്കെ കർത്താവ് തുറന്നു തരും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ആകയാൽ ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് കൂടിക്കാണുന്നവരെയും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ വീഡിയോ കണ്ടതായ ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.